വരുന്ന വഴി സലൂണിലൊന്ന് കയറി. താടി കൂടുതലാന്നുള്ള പരാതിയായിരുന്നല്ലോ എല്ലാവർക്കും. ഈ ഡയലോഗ് ആരെ ഉദ്ദേശിച്ചാണെന്നറിയാലോ? മനുവിന് താടി കൂടുതലാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമൻ്റ് ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പം എന്താ പറയുക, താടിയൊക്കെ വടിച്ച് നല്ല അടിപൊളി ലുക്കിൽ വന്നിരിക്കുകയാണ്. മൊത്തത്തിൽ എന്താ പറയുക, MTMൻ്റെ ഒരു എന്താ പറയുക ട്രാക്കേ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ എന്താ പറയുക സ്റ്റക്കായി കിടക്കുമായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് എന്താ പറയുക ഗിയർ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി കത്തിച്ച് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇതിനകത്ത് മനുവിൻ്റെ ലുക്ക് തന്നെ കാണുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ ഇനിയിപ്പം എന്താ പറയുക വൈജയുടെ തിരിച്ചു വരവാണ്. വൈജയും കുറേ നാളായിട്ട് ബെഡിലായിരുന്നു. അപ്പോൾ വൈജയും തിരിച്ചു വരാൻ പോകുന്നു. അതുമാത്രമല്ല പിന്നെ രേവതിക്കുട്ടിയുടെ സീനും ഒക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഒരു ട്രാക്കിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതിപ്പം എല്ലാവരെയും കൂടി ഒന്നിച്ചിങ്ങനെ ഒരു ദിവസം തന്നെ ഓരോരുത്തരെയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും കാണാനൊരു താല്പര്യവും തോന്നുന്നുണ്ട്. അതുമാത്രമല്ല എനിക്ക് പേഴ്സണലി എന്നെ ഇതുവരെ ഒരു വെറുപ്പിക്കാതെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് രേവതിക്കുട്ടിയുടെയാണ്. രേവതിക്കുട്ടിയുടെ സീൻസൊക്കെ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം രേവതിക്കുട്ടിയുടെ സീൻസും ഒക്കെ നല്ല രീതിയിൽ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ രോഹിത്തിൻ്റെ ഈ മാനസിക നില തെറ്റിയ സീൻസ് കൂടുതൽ കാണിച്ച് ബോറടിപ്പിക്കാതിരുന്നാൽ മതി. എന്താ പറയുക, ഇനിയിപ്പം രോഹിയും രേവതിക്കുട്ടിയുമായിട്ടുള്ള കോംബോ ഒക്കെ വരും എന്നാണ് വിചാരിക്കുന്നത്. ഒന്നും കൂടെ നല്ല രീതിയിൽ പിന്നെ മഴദൂരം മുൻപോട്ട് പോകും. അതുപോലെ റേറ്റിങ്ങിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇപ്പം തന്നെ ചെറിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ 4th പൊസിഷനിലെത്തി. അപ്പോൾ ഇനി പഴയ പോലെ 2nd പൊസിഷനോ 1st പൊസിഷനൊക്കെ അടിക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.